നിവി പുറത്ത് നിൽക്കുന്ന ആളിനെ നോക്കി. ഒരു പെൺകുട്ടിയാണ്. ന്യൂഡിൽസ് മുടികൾ, പൂച്ചക്കണ്ണ്, വിരിഞ്ഞ ചുണ്ടുകൾ, ഒരു ജീൻസും പിന്നെ ടീഷർട്ടുമാണ് വേഷം. മോളെ, ധ്രുവം പോയല്ലോ. അയ്യോ പോയോ? ദുഷ്ടൻ, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. മോന് പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും കുഞ്ഞ്. ഇതാരാ ദിവ്യമ്മേ? അവൾ നിവിയെ നോക്കി നെറ്റിച്ചൊളിച്ച് ചോദിച്ചു. കുഞ്ഞറിഞ്ഞില്ലേ? ഇത് ധ്രുവന്റെ ഭാര്യയാ. അവൾ വിശ്വാസം വരാത്തതുപോലെ നിവിയെ നോക്കി. നിവി അവളെ തനിമ വെട്ടാതെ നോക്കി നിൽക്കുമായിരുന്നു. ചുമ്മാ പറ്റിക്കല്ലേ ദിവ്യമ്മേ? അയ്യോ മാളുട്ടി, ഞാൻ സത്യം പറഞ്ഞ്. എന്നിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ പോലും അറിഞ്ഞില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു മഹാദേവൻ സാറിൻ്റെ. അവളുടെ കണ്ണുകൾ നിറയുന്നത് പോലെ തോന്നി നിവിക്ക്. അവൾ നിവിയെ ഒന്ന് നോക്കി. നിവി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ചു ചിരിച്ചില്ല. മങ്ങിയ മുഖത്തോടെ തിരിഞ്ഞു നടന്നു. നിവിക്ക് വല്ലാതെയായി. ആരാ അത്? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പ്രിയക്കുഞ്ഞിൻ്റെ സുഹൃത്തിൻ്റെ മോളാ. ദേ അപ്പുറത്തെ വീട്ടിലാ താമസം. ധ്രുവമോനുമായി ഒത്ത് പഠിച്ചതാ. പിന്നെ ധ്രുവമോൻ ജോലിക്ക് പോകുമ്പോൾ മോൻ്റെ വണ്ടിയിൽ വലിഞ്ഞ് കയറും. മോൻ ആ കുഞ്ഞിന് ജോലി സ്ഥലത്താക്കി കൊടുക്കും. നിവിക്കെന്തോ മാളു കലങ്ങിയ കണ്ണുകളുമായി പോയപ്പോൾ വല്ലായ്മ തോന്നി. അവൾക്ക് അവകാശപ്പെട്ടതാണോ താൻ കൈവശമാക്കിയതെന്നുള്ള ഭയവും. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനിരിക്കാൻ നിവിയോട് ദേവിയമ്മ പറഞ്ഞു. നിവി കൈ കഴുകിയിട്ട് വന്നിരുന്നു. ദേവിയമ്മ വിളമ്പി കൊടുക്കാൻ ഒരുങ്ങി. അയ്യോ, എനിക്ക് വിളമ്പി തരണ്ട, ഞാൻ കഴിച്ചോളാം. അവിടെ ഇരിക്കെ, ഒത്ത് കഴിക്കാം. മോള് കഴിക്ക്, ഞാൻ പിന്നെ കഴിക്കാം. അത് വേണ്ടട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ കഴിക്കാൻ. ഇവിടെ ഇരുന്ന് കഴിക്കേ. അവളൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ അടുത്ത് കസേരയിലിരുന്നു. ദേവിയമ്മ ശ്രദ്ധിക്കുകയായിരുന്നു അവളെ. വേറെ എന്തോ ലോകത്താണ്. മനസ്സ് വെറുതെ പാത്രത്തിൽ കൈയിട്ട് കൊണ്ടിരിക്കുന്നു. ദേവിയമ്മ അവളുടെ തോളിൽ പിടിച്ചു. അവളൊന്ന് ഞെട്ടി അവരെ നോക്കി. എന്താ കുഞ്ഞ്, കുറേ നേരമായല്ലോ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ വിശപ്പ് തോന്നണില്ല. അവർ അരുമയായി അവളൊന്ന് തലോടി. അവർക്കെന്തോ അവളോട് വാത്സല്യം തോന്നി. ഇങ്ങനെ കഴിക്കാതിരുന്ന ധ്രുവക്കുഞ്ഞ് എന്നെയാ വഴക്ക് പറയുക. മോള് കഴിക്ക്. നിവി അതിനൊന്ന് മങ്ങിയ പുഞ്ചിരി ചിരിച്ചു. വേലക്കാരിയാണെന്നറിയാം, ചോദിക്കാൻ അറിയത്തില്ലെന്നാലും മോളോട് എന്തോ വാത്സല്യം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നിവി അവരെ തന്നെ നോക്കിയിരുന്നു. അവർ അടുത്തിരിക്കുമ്പോൾ അമ്മയുടെ ഒരു കരുതൽ കിട്ടുന്ന പോലെ. വിഷമമല്ല, എന്തോ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന പോലെ. അവളുടെ സ്വരം ഇടറിയിരുന്നു. ദേവിയമ്മ അവളെ മനസ്സിലാക്കാത്ത രീതിയിൽ നോക്കി. ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ? ദേവിയമ്മ ഒന്ന് ഞെട്ടി. കുഞ്ഞ്, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. ആയിക്കോട്ടെ, ഇവിടുത്തെ വേലക്കാരുടെ മകളാകാൻ എനിക്ക് സന്തോഷം. ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹം. എൻ്റെ അമ്മ മരിച്ചുപോയി. ഇതുവരെ ആരെയും ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ദേവിയമ്മയ്ക്ക് അവളെ കണ്ടിട്ട് പാവം തോന്നി. മോളെ എന്നെ അമ്മാന്ന് വിളിച്ചാൽ മതി കേട്ടോ. അവർ തന്നെ അവൾക്ക് ആഹാരം വാരിക്കൊടുത്തു. പിന്നെ അങ്ങോട്ട് നിവി കൗതുകത്തോടെ അവരെ നോക്കി നിൽക്കും. വൈകിട്ട് ധ്രുവ നേരത്തെ വന്നു. ആളിൽ ആരെയും കാണാത്തത് കൊണ്ട് അവൻ അടുക്കളയിൽ പോയി നോക്കി. അവിടെയും ആരെയും കണ്ടില്ല. അവൻ നെറ്റിച്ചുളിച്ച് ദേവിയമ്മയുടെ മുറിയിലേക്ക് നോക്കി. ദേവിയമ്മയുടെ മടിയിൽ തലവെച്ചുറങ്ങുകയാണ് നിവി. അവൻ നന്താളിച്ച് നിന്നു പോയി. ദേവിയമ്മ അവളെ തലോടുന്നുണ്ട്. ധ്രുവകത്തേക്ക് കയറി. ദേവിയമ്മ അവനെ കണ്ടതും അവളുടെ മടിയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. വേണ്ട, ഉണർത്തേണ്ട ദേവിയമ്മേ. അത് കുഞ്ഞ് വെറുതെ ഓരോ കാര്യം പറഞ്ഞിരുന്നത്. കുഞ്ഞുറങ്ങിപ്പോയി. അത് സാരില്ല, കുറേ നാളത്തെ ഉറക്കമുണ്ട്, അത് കുറഞ്ഞ് തീർക്കട്ടെ. എന്താ കുഞ്ഞ്, മനസ്സിലായില്ല? ഒന്നുമില്ല എൻ്റെ ദേവമ്മേ, ഞാൻ കൊണ്ടുപോകുവാണ് ഈ കുരിപ്പിനെ. അത്രയും പറഞ്ഞവൻ അവളെ വാരിയെടുത്തു. ആദ്യം ഒന്ന് കിണങ്ങിയെങ്കിലും പിന്നെ അവൻ്റെ നെഞ്ചിൽ മുഖം പതിച്ചവൾ കിടന്നു. ധ്രുവ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അവനൊന്ന് ഫ്രഷായി ബാൽക്കണിയിലിരുന്നു. ഓരോ ഫയൽസ് നോക്കുമായിരുന്നു. നിവി കുറേ കഴിഞ്ഞു എന്തോ സ്വപ്നം കണ്ടെന്ന പോലെ ഞെട്ടി എഴുന്നേറ്റു. താൻ ഇവിടെ കിടന്നതെന്നോർത്ത് അവളൊന്ന് ചുറ്റും നോക്കി. ധ്രുവ അവിടെ ഇരിക്കുന്നത് കണ്ടു. നിമി മുഖം ഒന്ന് കഴുകി വന്നു. വെറുതെ അവൻ്റെ അടുത്ത് പോയിരുന്നു തറയിൽ. എണീറ്റേ. എന്താ ചോദിക്കാനുള്ളത്? നിവി അവനെ വീഴ്ച നോക്കി. അവനെങ്ങനെ മനസ്സിലായെന്ന രീതിയിൽ. നിവേദ്യ. അവളൊന്ന് ഞെട്ടി. അത് പിന്നെ ദക്ഷയുടെ കാര്യം. ദക്ഷയുടെ എന്ത് കാര്യം? അവൻ നെറ്റിച്ചുൾ ചോദിച്ചു. അവളുടെ അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലേ? അവൾ തലകുഞ്ചെന്നെ ചോദിച്ചു. അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു, എന്തസുഖം? അവളൊന്ന് പതറി പറഞ്ഞു. അത് പിന്നെ അവൾ പറഞ്ഞു അവൾക്ക് ക്യാൻസർ ആണെന്ന്. അവളെ രക്ഷിക്കാൻ പറ്റൂ. അപ്പോഴേക്കും
അവൾ വിതുമ്പിക്കരഞ്ഞു തുടങ്ങിയിരുന്നു. ധ്രുവ് ഗൗരവത്തോടെ ചോദിച്ചു, നിന്നോട് ഇതാര് പറഞ്ഞു? അവൾ പറഞ്ഞു. അവൾ ഏങ്ങിക്കൊണ്ട് തന്നെ അതേന്ന് തലയാട്ടി. വേറെന്തൊക്കെ പറഞ്ഞു? നിവി ഏങ്ങി പറയാൻ തുടങ്ങി. അവൾക്ക് അസുഖമാണ്, കുറച്ച് നാളെ കാണൂ, അവസാനത്തെ ആഗ്രഹം ഈ കല്യാണം സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു. ധ്രുവിന് പാവം തോന്നി. കൂട്ടുകാരിയുടെ അസുഖത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിവേദ്യ, അവൾ തലകുഞ്ചു തന്നെ ഇരുന്നു. നിവേദ്യ, അവനൊരു ശാസിനിയോട് ഉറക്കെ വിളിച്ചു. നിവേദ്യ പേടിച്ചവനെ നോക്കി. നീ കരയാൻ വേണ്ടി അവൾക്ക് അങ്ങനെ ഒരു അസുഖമില്ല. അവൾ നീ കല്യാണത്തിന് സമ്മതിക്കാൻ നുണ പറഞ്ഞതാവും. അവൾ വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി. ഞാൻ പറഞ്ഞ സത്യമാണ്, അവൾക്ക് ഒരു അസുഖമില്ല. അവൾ ദക്ഷി നുണ പറഞ്ഞതാണോ എന്നോർത്തു. ആകെ അവൾക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. തന്നോട് ഒരിക്കലും നുണ പറയില്ലെന്ന് കരുതിയവളാണ്, പക്ഷെ തന്നെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. അവൾക്ക് നല്ല വിഷമമായി. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ എന്നിട്ട് അവനോട് യാന്ത്രികമായി ചോദിച്ചു, അപ്പോൾ സാറിൻ്റെ ഭാര്യയോ? അവനൊന്ന് അന്താളിച്ച് അവളെ നോക്കി. എൻ്റെ ഭാര്യയല്ലേ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്? ധ്രുവ അന്താളിച്ച് തന്നെ അവളോട് പറഞ്ഞു. അതല്ല, അത് പിന്നെ ദക്ഷെന്ന് പറഞ്ഞു. ഏട്ടൻ വേറെ കല്യാണം കഴിച്ചു, പക്ഷെ ആ കുട്ടി ഡിവോഴ്സായി പോയി. അതുകൊണ്ട് ചേട്ടൻ്റെ രണ്ടാം കല്യാണമാണെന്ന്. വാട്ട്? അവൻ നന്നായി ഒന്ന് ഞെട്ടി. നിവ്യ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിവേദ്യ, അവൾക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുക. നിവി എന്തിനെന്ന ഭാവത്തോടെ അവനെ നോക്കി. താൻ കല്യാണത്തെ സമ്മതിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ പറഞ്ഞതാടോ? എൻ്റെ ഫസ്റ്റ് മാരേജ് ആയത്. നിവിയാകെ ഞെട്ടിത്തരിച്ചു പോയി. പറ്റിക്കപ്പെട്ടത് അവൾക്ക് നല്ല വിഷമം തോന്നി. പക്ഷേ വാശിയുടെ കണ്ണുകൾ തുടച്ചു. പുച്ഛത്തോടൊന്ന് മന്ദഹസിച്ചു. നിവേദ്യ, അവൾക്ക് താനെന്ന് വെച്ച ജീവനാ. ഇവിടെയുള്ള മറ്റാരെക്കാളും അവൾക്ക് നീയാണ് ജീവൻ. അന്ന് നീയെല്ലാം പറഞ്ഞപ്പോൾ അവൾ ആ നിമിഷം അച്ഛനെ അമ്മയും വിളിച്ച് കരച്ചിലായിരുന്നു. നിന്നെ കൂടെ കൂട്ടണ്ടേ എന്ന ദേ ചോദ്യവും. അവൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇങ്ങനെ ഡെസ്പായിരിക്കുന്നേ ഞങ്ങളാരും കണ്ടിട്ടില്ല. അവളുടെ വിഷമം സഹിക്കാൻ വയ്യാതെ എല്ലാവരും സമ്മതിച്ചല്ലേ? നീ വിടറിയ സ്വരത്തിൽ ചോദിച്ചു. ധ്രുവ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കണ്ണുകളിൽ അവളുടെ ദുഃഖം കടൽ പോലെ അലയടിക്കുന്നതായി അവനും തോന്നി. എന്തോ പാവം തോന്നി അവനും. അവളുടെ വിഷമം കണ്ടു. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. നീവി അവനെ സംശയത്തോടെ നോക്കി. വേറെ ഒന്നുമല്ല, താൻ പണ്ട് പറഞ്ഞില്ലേ എനിക്കിട്ടൊരു പണി തരുമെന്ന്. താൻ തരുന്നതിന് മുന്നേ തനിക്കിട്ട് ഞാൻ തന്നെ ഒരു പണി തരാമെന്ന്. ധ്രുവ അവളെ തുറിച്ചു നോക്കി തന്നെ പറഞ്ഞു. നീവി അവനെ നോക്കി മുഖമൊന്ന് കൂർപ്പിച്ചു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവളടുത്ത് ചെന്ന് ഇതും പറഞ്ഞ് അടികൂടണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീവി ഒന്നും പറയാതെ മുന്നോട്ട് വന്നു. അർഹതയില്ലാത്തതെന്തോ അവളിലേക്ക് വന്നതുപോലെ തോന്നി അവൾക്ക്. അവൾ കണ്ണുകൾ ഇറക്കി അടിച്ചു. കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ കണ്ണിൻ്റെ മുന്നിൽ ധ്രുവ് നിൽക്കുന്നു കണ്ടു. അവളൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഉത്തരവിടെ? അവൾ പരിഭവത്തോടെ അവനെ നോക്കി. നിവേദ്യ, അവൻ ശാസനയോടെ വിളിച്ചു. അവൻ ഗൗരവത്തോട് ചോദിച്ചു, ഡിഡ് യു ഗെറ്റ് മൈ ആൻസർ? നിവി ഇല്ലെന്ന് തലയാട്ടി. നിനക്ക് ആലോചിക്കാൻ 2 ദിവസം സമയം തന്നു, ഉത്തരം കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഉത്തരം പറയാം. നിവി അവനെ നോക്കാതെ അപ്പോഴും തലകുനിച്ച് തന്നെ ഇരുന്നു. നിവേദ്യ, ആ വിളി കേട്ടതും അവൾ അവനെ തലപൊക്കി നോക്കി. മണ്ഡപത്തിൽ പഠിക്കാൻ പോകുക. അവൾ നന്നായി ഞെട്ടി. വിശ്വാസം വരാത്ത പോലെ അവൻ നോക്കി. മൃത്യുഞ്ജയ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്നു താൻ? അത് പിന്നെ ഞാൻ. അവൾ നന്നായി പരതി ഓരോന്ന് പറഞ്ഞു. ഡീം, ഞാൻ പഠിക്കാൻ പോയിട്ട് എനിക്ക് പേടി. മണ്ഡപത്തിൽ പഠിക്കാൻ പോകുന്നല്ല, പഠിക്കാൻ പോണെന്നാ പറഞ്ഞത്. നീവിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അവൻ്റെ അടുത്ത് തീർത്ത് പറയണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നാവ് പൊങ്ങില്ല. ഉള്ള ധൈര്യം മുഴുവൻ ചോർന്നു പോകും. ധ്രുവൊന്നും മിണ്ടാതെ വീണ്ടും ബാൽക്കണിയിൽ പോയിരുന്നു. വൈകിട്ട് രണ്ടാളും ഫുഡൊക്കെ കഴിച്ചു. ധ്രുവുള്ളത് കൊണ്ട് ആൾ കൊത്തിപ്പറക്കാൻ നന്നായി കഴിച്ചു. രാത്രി അവൾ ഫ്രഷ് ആകാൻ പോയതും ധ്രുവ് അവളുടെ കയ്യിൽ ഒരു ഡ്രസ്സ് കൊടുത്തു. അവൾ മിഴിച്ചു നോക്കി. രാത്രി എനിക്ക് AC ഇട്ടാ ശീലം, തനിക്ക് നല്ല തണുക്കുമെന്ന് മനസ്സിലായി. സോ ഇനി രാത്രി എടുക്കുമ്പോൾ ഇതിട്ടാൽ മതി, കേട്ടല്ലോ. നിവി അവനെ മിഴിച്ചു നോക്കി. ധ്രുവ് അവളുടെ കവിളിൽ അരുമയായി ഒന്ന് തലോടി. അവൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ശ്വാസം മുറുക്കി. നെഞ്ചിൽ ശക്തമായ ഇടിമുഴക്കം. അവൻ കൈകൾ പിൻവലിച്ചിട്ടും അവൾ അവിടെ തന്നെ നിന്നു. ഡീം! അവൾ ഞെട്ടിയൊരു നിമിഷം പോലും പായാക്കാതെ ഫ്രഷ് ആകാൻ ഓടി. വാഷ്റൂമിൽ പോയി. ഒരു നിമിഷം അവൾ ചുമരിൽ ചാഞ്ഞു നിന്നു. അവളുടെ കൈകൾ യാന്ത്രികമായി തന്നെ അവൻ തൊട്ടടുത്തേക്ക് പതിഞ്ഞു.
വേഗം എന്തോർത്തതുപോലെ അവൾ ഫ്രഷായി ഡ്രസ്സ് ഇട്ടിറങ്ങി. നിവി പുറത്തേക്ക് ഇറങ്ങി ധ്രുവിനെ നോക്കി. എവിടെ? അവിടെ ഒരു മൈൻഡും ഇല്ല. നിവി മുഖം കൂട്ടി ചുണ്ട് കൂർപ്പിച്ചു കൊണ്ട് കട്ടിൽ പോയി കിടന്നു. ധ്രുവ് വന്നപ്പോഴേക്ക് നിവി ഉറക്കമായിരുന്നു. മാഹിയും വൈഷ്ണവും ഇപ്പോൾ നല്ല കൂട്ടാണ്. വൈഷ്ണവ് ഇപ്പോഴും മാതിരിയെയും വേദികയും നന്നായി സ്നേഹിക്കുന്നു. പക്ഷേ അവന് നിവേദിയെ ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധമാണ്. മാഹിക്കും അങ്ങനെ തന്നെ. വൈഷ്ണവും മാഹിയും വെറുതെ ചുറ്റാനിറങ്ങിയതാണ്. ഇപ്പോൾ പതിവാണ്. രണ്ടാളും ഒന്നും മിണ്ടാതെ വണ്ടിയിൽ ഒത്തിരുന്ന് വെറുതെ ഒരുപാട് ദൂരം പോകും. മഹി, തനിക്കെന്നോട് ദേഷ്യമുണ്ടോ? വീണ്ടും ഞാൻ തന്നിൽ നിന്ന് നിവ്യ കിട്ടിയതിന്? ഇല്ലടോ, അവൾ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. അവളിപ്പോഴും വിശ്വസിക്കുന്നത് അവൾ ചീത്തയാണെന്ന. അപ്പോഴേക്ക് അവൻ്റെ ശബ്ദമിടറിയിരുന്നു. ഒരു വാക്ക് മിണ്ടണമെന്നും കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. അവൾ ഇപ്പോഴെങ്കിലും സന്തോഷത്തോടാകും ജീവിക്കുന്നത്. അവിടെ ദക്ഷിയുണ്ടല്ലോ, അവൾ നിവിയെ നോക്കിക്കോളും. പിന്നെ നിവിയുടെ മനസ്സിലിപ്പോഴും നീയാണോ? അവൾക്ക് ഈ ബന്ധം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അറിയില്ല. അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകൂ. വൈഷ്ണവ്, അവൾക്കൊരിക്കലും എന്നെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. മരണം വരെയും എൻ്റെ മനസ്സിൽ അവളും അവളുടെ മനസ്സിൽ ഞാനും മാത്രമായിരിക്കും. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. പക്ഷെ നിവിയുടെ മനസ്സിൽ ഒരിക്കൽ പോലും മാഹിയുടെ മുഖം കടന്നു വന്നിരുന്നില്ല. പേടിയിലും സന്തോഷത്തിലും പരിഭവത്തിലുമെല്ലാം അവളുടെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ധ്രുവിൻ്റെ മുഖമായിരുന്നു. അവളുടെ കഴുത്തിൽ താലി കിട്ടിയ ധ്രുവ് ദക്ഷിൻ്റെ മുഖം മാത്രം. ധ്രുവ് രാവിലെ തന്നെ എഴുന്നേറ്റു. നിവി എണീറ്റിട്ടും മിണ്ടാതെ തന്നെ കിടന്നു. ജോഗിങ് പോകാതിരിക്കാനുള്ള അടവ് ധ്രുവിനത് നന്നായി മനസ്സിലായി. ധ്രുവ് എന്നിട്ടും അറിയാത്തതുപോലെ പതുക്കെ ഡ്രസ്സെല്ലാം മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കതകടച്ചു. അത് കണ്ടതും നിവി എഴുന്നേറ്റു കതവിലേക്ക് നോക്കി എഴുന്നേറ്റിരുന്നു. നെഞ്ചത്ത് കൈവച്ചു ഒരു ദീർഘനിശ്വാസം ഇട്ടു. അപ്പോഴേക്കും കതക് തുറന്നു. അവളെ തന്നെ തുറച്ചു നോക്കുന്ന ധ്രുവിനെ കണ്ട് അവളാകെ വിളറി. ധ്രുവ് അവളെ തന്നെ തുറച്ചു നോക്കി നിന്നു. അവൾ വേഗം എണീറ്റ പാതി എണീക്കാത്ത പാതി കട്ടിലിരുന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് ഓടി. വേഗം ഡ്രസ്സ് മാറി അവൾ തന്നെ സ്വയം ഷൂ ഇട്ടു. അവൾ സ്വയം വേഗം മുടിയും ബണ്ണും കൊണ്ട് കെട്ടിവെച്ചു. അപ്പോഴും ധ്രുവ് അതേ നിൽപ്പായിരുന്നു. പോവാം. ധ്രുവ് ഡോറിൽ നിന്നും മാറി. അവൾ ഫ്രണ്ടിൽ നടന്നതും കള്ളം പിടിച്ച ചെറിയ ചമ്മലും അവളുണ്ടായിരുന്നു. ദേവിയം അടുക്കളയിലായിരുന്നു. അമ്മേ, പോയിട്ട് വരാവേ, നിവിയാണ് നീട്ടി വിളിച്ചു പറഞ്ഞത്. ധ്രുവ് ഒരു നിമിഷം വീഴ്ച അവളെ നോക്കി നിന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. ഗേറ്റ് തുറന്നിറങ്ങിയപ്പോൾ അർജുനാമിയും അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിവിയെ കണ്ടതും ആമിയുടെ കണ്ണുകൾ വിടർന്നു. അർജുൻ, ലെറ്റ്സ് ഗോ. യാ ഷുവർ. ആമിയും നിവിയും മുന്നേ പോയി. അർജുനും ധ്രുവും പിന്നിലും. അപ്പോഴേക്കും അർജുൻ്റെയും ധ്രുവിൻ്റെയും കൂടെ മാളു ഓടി വന്നു. പേടിച്ചു പോയല്ലോ മാളു. ഐ എം സോറി, നിങ്ങൾക്കൊപ്പം വേഗം വന്നതാ. നിവി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അവളെ കണ്ടതും നിവി ആമിക്കൊപ്പം ഒന്ന് സംഭവിക്കാതെ പോലെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ നിവിക്കൊപ്പം ഓടിയെത്തി. നിവിയും അർജുൻ ആമിയുമായി നടത്തും. ധ്രുവും മാളുവും പുറകെ ഉണ്ട്. ധ്രുവ്, കല്യാണം എന്താ പറയാഞ്ഞ്? ആരോടും പറഞ്ഞില്ല, ഓൺലി ഫാമിലി മെമ്പേഴ്സ്. അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. പിന്നെ മാളു എന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നോടല്ലെന്ന രീതിയിൽ ധ്രുവ് നടന്നു. പക്ഷെ അർജുനും നിവിയും ആമിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ബെഞ്ചിലിരുന്നു. അപ്പോഴും നിവിയും ആമിയും അർജുനും ഒരു ബെഞ്ചിലും മാളും ധ്രുവും മറ്റൊരു ബെഞ്ചിലും ഇരുന്നു. ഏയ് അർജുൻ. അർജുൻ ഒന്ന് നൂന്ന് നോക്കി. ഒരു പെൺകുട്ടിയാണ്. ഏയ് സ്നേഹ, താൻ നേരത്തെ ആണല്ലോ. യാ, ഇന്ന് നേരത്തെ പോണം. അവൾ നിവിയെ നോക്കി. എന്നിട്ട് അർജുനോട് ചോദിച്ചു, ഡാ ഇതാരാ? ആമിക്കുട്ടിയുടെ പുതിയ അമ്മയാണോ? എന്നിട്ട് നീ പറഞ്ഞിലൂടെ കല്യാണം കഴിച്ചെന്ന്. സ്നേഹ അർജുൻ്റെ വയറ്റിലിടിച്ചുകൊണ്ട് പറഞ്ഞു. നിവിയും അർജുനൊന്ന് വിളറി. സ്നേഹ ഇസ് മൈ വൈഫ് നിവേദ്യ ധ്രുവദക്ഷ്മൃത്യുഞ്ജി, അവൻ ഉറക്കെ പറഞ്ഞു. സ്നേഹ ആകെ വിളറി. ധ്രുവിൻ്റെ മുഖമാകെ ചുവന്നിരുന്നു. ഐ എം സോറി ദക്ഷ്. അല്ല, ഇവർക്കൊപ്പം കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ച. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. സോറി കേട്ടോ. നിവിയെ നോക്കിയാണ് അവൾ പറഞ്ഞത്. നിവി ഒരു പുഞ്ചിരി നൽകി. മാളുവിനാകെ ദേഷ്യം തോന്നി. സ്നേഹ അവരോട് ബൈ പറഞ്ഞു പോയി. ധ്രുവ് നിവിയുടെയും അർജുൻ്റെയും അടുത്ത് വന്നു. ആൾക്കാരുടെ സംശയങ്ങൾ. അത് വിട അർജുൻ, അവൾ തെറ്റിദ്ധരിച്ചാ. ഈ കുട്ടിയെ കണ്ട ദക്ഷിൻ്റെ ഭാര്യയാണെന്ന് തോന്നില്ല. അതുകൊണ്ടാകും അർജുനൻ്റെ ഭാര്യയാണെന്ന് ചോദിച്ചത്. ഓ റിയലി? മാളൊന്ന് വിളറി അവനെ നോക്കി. ഡോൺ വറി മാളു, എനിക്ക് ഇവൾ പെർഫെക്റ്റ് മാച്ചാണ്. മൈ ഗേൾ. ധ്രുവ് നിവിയുടെ അടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു നിർത്തി. അർജുൻ, ഞങ്ങൾ പെർഫെക്റ്റ് മാച്ചല്ലേ? നിവി ഒന്ന് ഞെട്ടി നിന്നു. അവൻ്റെ ദേഹത്തെ ചൂട് അവളിലേക്ക് പടരുന്ന പോലെ തോന്നി അവൾക്ക്. യാ, യു ബോത്ത് ഓഫ് യു ലുക്കിംഗ് ലൈക്ക് എ പെർഫെക്റ്റ് കപ്പിൾ.
അതാ ഈ മാളുവിന് തീരെ സെലക്ഷൻ ഇല്ല. ധ്രുവ് അവളെ കടിപ്പിച്ചു നോക്കി പറഞ്ഞു. നിവ്യ അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ധ്രുവിൽ പതുങ്ങി നിന്നും. തിരിച്ചു വന്നപ്പോൾ ധ്രുവ് നിവിയുടെ കയ്യിൽ പിടിച്ചു. മാളുവിനെ മൈൻഡ് ചെയ്തില്ല. അർജുനാമിയും അവർക്കൊപ്പം നടന്നു. വീട്ടിലെത്തിയതും ധ്രുവ് ദേവിയമ്മയുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ചു കുടിച്ചു. നിവ്യ നേരെ പോയി ഫ്രഷ് ആകാൻ. നിവേദ, നമ്മൾ പുറത്തു പോകുക, സോ താൻ ഒരുങ്ങും. നിവ്യ അവനെ മേടിച്ചു നോക്കി. വാട്ട്? അവൾ ഒന്നുമില്ലെന്ന് ചുമൽ പൊക്കി കാണിച്ചു. മുകളിലേക്ക് പോയി. പക്ഷേ ഫ്രഷ് ആയിടാൻ എന്തെടുക്കും? എപ്പോഴും ധ്രുവാണല്ലോ ഓരോന്ന് ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് അവൾ കൺഫ്യൂസ്ഡായി നിന്നു. ധ്രുവ അപ്പോഴകത്തേക്ക് വന്നത്. ഡി, അവളൊന്ന് ഞെട്ടി നോക്കി. ഇതുവരെയും ഫ്രഷ് ആയില്ലേ? അത് പിന്നെ ഡ്രസ്സ് എന്താ? നിനക്കിടെ ഡ്രസ്സില്ലേ? അതല്ല, പിന്നെന്താ? അത് പിന്നെ എൻ്റെ പൊന്നു കൊച്ചേ, നീ വാ തുറന്ന് പറയേ. എനിക്ക് അറിയില്ല ഏതിടന്ന്. എങ്കിൽ ഒന്നിടാതെ വന്നതി, അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. പക്ഷെ അത് കേട്ട് അവളൊന്ന് ഞെട്ടി. വേഗം നെറ്റിയൊക്കെ വിയർത്ത പോലെ അവൻ കബോർഡ് തുറന്ന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അവളത് മേടിച്ച് വേഗം പോകാൻ തിരിഞ്ഞതും ധ്രുവ അവളെ വേഗം അവളിലേക്ക് അടുപ്പിച്ചു. അവളാകെ പരിഭ്രമത്തിൽ നിന്നും അവൾ ചേർന്ന് നിൽക്കുമ്പോൾ നെഞ്ചിടിക്കുന്നു. താൻ സ്വയം എന്തോ മായ ലോകത്ത് നിൽക്കുന്ന പോലെ. എന്തോന്നും മിണ്ടാതിരുന്നത്? അവളൊന്നും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി. നിവേദ്യ, അർജുൻ്റെ ഭാര്യയോടൊന്ന് അവൾ ചോദിച്ചപ്പോൾ എന്താ അല്ലെന്ന് പറയാത്തതെന്ന്. നിവ്യ ഒന്ന് ഞെട്ടി. നിവേദ്യ, അവൻ ശാസനയോടെ വിളിച്ചു. അത് പിന്നെ പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയില്ല, അതാ ഞാൻ. ആരെങ്കിലും ചോദിച്ചാൽ പറയണം നിവേദ്യ ദുർദക്ഷാണെന്ന്. അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. നിവേദ്യ, അവൾ അപ്പോഴേക്കും മുഖം കുനിച്ചു. യു ആർ മൈ വൈഫ്. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കേട്ടല്ലോ? അപ്പോഴും അവൾ തലതാഴ്ത്തി നിന്നു. നിവേദ്യ, പറയാം. അവൻ അവളുടെ നെറ്റിയിലാരുമായി ഒന്ന് മുത്തി. അവളാകെ ഞെട്ടി അവനെ നോക്കി. അവളുടെ മുഖം ചുവന്നു, കണ്ണുകൾ വിടർന്നു. അവൾ നിന്നും മാറുന്നില്ല. അവനെ തന്നെ ഒരു നിമിഷം അറിയാതെ നോക്കി നിന്നു പോയി. നിവേദ്യ, അവൾ അനങ്ങാതെ അവനെ തന്നെ നോക്കി നിന്നു. ധ്രുവ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടികൾ പതിയെ, വളരെ പതിയെ അവളുടെ ചെവിയുടെ സൈഡിൽ ഒതുക്കി വെച്ചു. അവൻ്റെ വിരൽ സ്പർശം അവളാകെ കോരിത്തെരിപ്പിച്ചു. അവൾ പോലും അറിയാതെ കണ്ണുകൾ അടഞ്ഞു. ശ്വാസഗതി കൂടി. കൈകൾ അവളുടെ പാൻറിൽ ഇറുകി. ധ്രുവ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. നിവേദ്യ എപ്പോഴും കണ്ണുകൾ അടച്ചു നിന്നു. ഡി, അവൻ്റെ അലറൽ കേട്ടതും അവൾ ഞെട്ടി കണ്ണ് തുറന്നു. തുടങ്ങിയ അലറൽ. ഒന്ന് സമാധാനമായിട്ട് നിൽക്കുമ്പോൾ തുടങ്ങും അലറൽ. അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ഒരു ഫ്രഷ് ആവടി. അവൻ്റെ അലർച്ച കേട്ടതും അവൾ വാഷ്റൂമിലേക്ക് ഓടി. ഹേയ് നിധി. ആ വിളി കേട്ടതും നിവി ഒരു നിമിഷം നിന്നു. അവൾ വേഗം തിരിഞ്ഞു നോക്കി. പക്ഷെ ധ്രുവ അപ്പോൾ കബോർഡിൽ എന്തോ തപ്പുകയായിരുന്നു. എന്നെ വിളിച്ചതല്ലേ? എനിക്ക് തോന്നിയതാണോ? ഡീ. അവൻ്റെ അലർച്ച കേട്ടപ്പോഴേ ഉള്ള ജീവനും പറക്കി അവൾ വാഷ്റൂമിലേക്ക് ഓടി. ബെസ്റ്റ്, നല്ലതാണ്. എല്ലാവരും നിവ്യെന്ന് വിളിക്കുമ്പോൾ നിവേദന എപ്പോഴും കിട്ടുന്ന അലറി എൻ്റെ പേര് അതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ വിളിക്കുന്ന ആളാ. അപ്പോഴാണ് നിധിയെന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാ നീ ചിന്തിച്ചു കൂട്ടുന്ന എൻ്റെ നിവി? അവൾ സ്വയം നെറ്റിയിലിടിച്ചു.